ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മക്രോണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ മക്രോണി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയിട്ട് വന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ മക്രോണി ഒട്ടാതിരിക്കാൻ തിളക്കുമ്പോൾ നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ടത് വേവിച്ചെടുക്കാം. മക്രോണിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ അത് മൂടി വെച്ച് വേവിക്കട്ടോ. പിന്നെ നമുക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല, പിന്നെ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, എരിവില്ലാത്തത് 1 സ്പൂണും ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ചമണം വാഴുന്നത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബീഫാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തലേന്നൊക്കെ ബാക്കി വന്നിട്ടുള്ള ബീഫിൻ്റെ കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ അപ്പോൾ അതാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒഴിച്ച് കൊടുത്താൽ. ബീഫ് തന്നെ വേണമെന്നില്ല, ചിക്കൻ കറി ആണെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഇക്കാരം. ഇപ്പം ബീഫും ചിക്കനും ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതെ കണ്ട നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മക്രോണി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളെ മക്രോണി കൂടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോക്ക് വേണ്ടി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.